റോയൽ എൻഫീൽഡ് അവരുടെ ലൈനപ്പിലേക്ക് ഏറ്റവും അവസാനമായി അവതരിപ്പിച്ച മോഡലായിരുന്നു ഹണ്ടർ 350 എന്ന് പറയുന്നത്. ശരിക്കും ഒരു ചെറിയ സെഗ്മെന്റിന്റെ പ്രൈസിൽ നമുക്ക് കിട്ടാവുന്ന കുറച്ച് വലിയൊരു സെഗ്മെന്റാണ് ഹണ്ടർ 350 എന്ന് പറയാം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഹണ്ടർ 350 ഒരു ലോങ് ടൈം പോലെ യൂസ് ചെയ്തതിന്റെ റിവ്യൂ ആണ്. എല്ലാ കൂട്ടുകാർക്കും അവരുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഹണ്ടർ 350നെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ആദ്യം പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അഗ്രസീവായിട്ടുള്ള ഒരു പ്രൈസിങ്ങിലാണ് ഹണ്ടർ 350 അവതരിപ്പിച്ചതെന്ന് പറയാം. അതായത് അത്യാവശ്യം വലിയ ഇപ്പോൾ ഒരു 350 സെഗ്മെൻറ്റാണ്. എന്നാൽ 350 സെഗ്മെൻറ്റിനേക്കാൾ കുറഞ്ഞ സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങളുടെ പ്രൈസിൽ നമുക്കൊരു 350 സെഗ്മെൻറ്റ് കിട്ടുമെന്നുള്ളതാണ് ഹണ്ടറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഇതിൻ്റെ പ്രൈസിങ് പറഞ്ഞ സമയത്ത് എനിക്ക് തോന്നിയത്. പിന്നെ ആ മൈലേജിനെ കുറിച്ചൊക്കെ ഒരുപാട് കംപ്ലയിൻറ്റ്. അപ്പോൾ ഞാൻ ചില ഓണേഴ്സിൻ്റെ സംസാരങ്ങളൊക്കെ കേട്ട സമയത്ത് 30 കിട്ടുന്നവരുണ്ട്, ഹൈവേയിലൊരു 34, 35, 40 വരെ പോകുന്നവരും അങ്ങനെ ആ ഒരു റേഞ്ചിലൊക്കെ കിട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ള റിവ്യൂ കൂടി കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു 350cc എഞ്ചിനാണ്, അതുകൊണ്ട് നമ്മൾ 350 സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വാഹനത്തിൻ്റെ ലുക്ക് വൈസ് പറഞ്ഞ് ആരംഭിക്കാം എന്നുള്ളതാണ്. ഫ്രണ്ടിൽ നിന്ന് ആരംഭിക്കാം. ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഇതിൽ കൂടുതൽ ലൈറ്റിംഗ് സിസ്റ്റങ്ങളെല്ലാം തന്നെ ഹാലജനായിട്ടാണ് കൊടുത്തത്. ഹെഡ് ലാമ്പ് ഹാലജനാണ്, ഇൻഡിക്കേറ്റർ ഹാലജനാണ്. അതൊരു റെട്രോ ലുക്കിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത്യാവശ്യം വിസിബിൾ ആണ് കേട്ടോ. അതായത് LED അല്ല എന്ന് കരുതിയിട്ട് വിസിബിലിറ്റി പ്രശ്നമൊന്നും എനിക്ക് തോന്നിയില്ല. നൈറ്റിലൊക്കെ ഡ്രൈവ് ചെയ്ത സമയത്ത് അത്യാവശ്യം നല്ല വിസിബിളാണ്. അപ്പോൾ തന്നെ ഈ ട്രാവൽ ഉണ്ടല്ലോ സസ്പെൻഷൻ, ഇത് കുറച്ച് ചെറുതായിട്ട് എനിക്ക് തോന്നി. സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളതിന് കാരണം. പക്ഷേ വാഹനം മൊത്തത്തിൽ ചെറുതാണ്, അതും ഒരു കാര്യമാണ്. ശരിക്കും രണ്ട് ഡിസ്ക് ബ്രേക്ക് കേട്ടോ. ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഡിസ്ക് ബ്രേക്കാണ്. എന്നാൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ബേസ് വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് 2 ഡിസ്ക് ബ്രേക്ക് എന്നുള്ള ഓപ്ഷൻ കട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ എഞ്ചിൻ്റെ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഫ്യൂവൽ ടാങ്കിൻ്റെ ഭാഗം ശരിക്കും നല്ല രസമുള്ളൊരു കളറില്ല. റോയൽ എൻഫീൽഡൊക്കെ ആ ഒരു ബ്ലൂ ടീമിലേക്ക് കൊണ്ടുപോകുന്നത് നല്ല ഭംഗിയുണ്ട്. അതുപോലെ ഇവിടെ ഉണ്ടാവും. ഇതൊക്കെ ശരിക്കും ബേസ് വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തൊക്കെ ചെറിയ ചേഞ്ചസ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചെറിയൊരു എക്സോസ്റ്റ് അല്ലേ ശരിക്കും, പക്ഷേ നല്ല രസകരമായിട്ടുള്ള സൗണ്ട് ആട്ടോ എക്സോസ്റ്റ് നോട്ടിനെ പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ശരിക്കും ഇത്രയും ചെറിയൊരു എക്സോസ്റ്റ് നോട്ട് വലിയ സൗണ്ട് ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ള രൂപത്തിലാണ് അത് ക്രമീകരിച്ചുള്ളത്. ഹണ്ടർ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രാബ് റെയിൽ ശരിക്കും കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്നത് എനിക്ക് തോന്നി. അത്തരത്തിലാണ് കൊടുത്തിട്ടുള്ളത്, ചെറിയൊരു ഗ്രാബ് റെയിലിൻ്റെ ഭാഗമായിട്ട്. ഇനി ബാക്കിലത്തെ ലാമ്പിംഗ് സിസ്റ്റങ്ങളും നമുക്ക് ഹാലജനായിട്ട് തന്നെയാണ് ക്രമീകരിച്ചത്. LED വന്നിട്ടില്ല. മഡ് ഗാർഡും അതുപോലെ തന്നെ ഒരു ഗാർഡ് യൂണിറ്റ് കാര്യങ്ങൾ കാണാം. പിന്നെ ഇവിടെ നമുക്ക് സാരി ഗാർഡ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാരി ഗാർഡ് എന്ന് വിളിക്കുന്ന പോലെ ടയറിനെ കവർ ചെയ്തുകൊണ്ട് ആ ഗ്രില്ല് പോലത്തെ ഒരു ഏരിയ അവിടെ കാണാം. പക്ഷേ അങ്ങനെ ഇരിക്കുന്ന ആൾക്ക് യൂസ് ചെയ്യാനും ഈ ഒരൊറ്റ ഇത് മാത്രമേ ഉള്ളൂ. അതായത് ഫുഡ് റെസ്റ്റ്, അത് ആ ഒരു സാധാരണ ഇതിൽ ഇവിടെ നമുക്കൊരു ഫുഡ് റെസ്റ്റ് വരാറുണ്ട്. സാരി ഗാർഡ് ഉണ്ടെങ്കിൽ അത് ഇതിനകത്തില്ല. വേണമെങ്കിൽ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് വെക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. 20 PS പവറാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. ഏകദേശം 25 ടോർക്കും ഇത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സീറ്റ് കുഴപ്പമൊന്നുമില്ല. ശരിക്കും 2 സീറ്റിംഗ് പൊസിഷൻ ഉണ്ട്. ഒന്ന് ഫ്രണ്ടിലേക്ക് കയറി ഇരുന്നിട്ട് ഒന്ന് ബാക്കിലേക്ക് കയറി ഇരുന്നിട്ട് നമുക്ക് ക്രൂസ് ചെയ്യാൻ പറ്റും. ആ തരത്തിലാണ് കൊടുത്തുള്ളത്. പക്ഷേ പിരിയൻ സീറ്റ് കുറച്ചും കൂടി ചെറുതാണ്. കുഴപ്പമൊന്നുമില്ല. ഇരുന്ന് ട്രാവൽ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ എന്ന് കഴിഞ്ഞാൽ ഓക്കെയാണ്. 2 ആൾ വെച്ച് ക്രൂസ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നൈസായിട്ട് നമുക്ക് ക്രൂസ് ചെയ്യാം. മിററും എല്ലാം തന്നെ ആ ഒരു റെട്രോ ബേസ് ലുക്കിലാണ് ക്രമീകരിച്ചുള്ളത്. ഇവിടെ നമുക്ക് കൺസോളും കാര്യങ്ങളൊക്കെ കാണാം. 160 ടോപ്പ് സ്പീഡ് ഇതാക്കിയുള്ളത്. അതുപോലെ ബട്ടൺസും കാര്യങ്ങളൊക്കെ നൈസായിട്ട് ഒരു വെറൈറ്റി ഉണ്ട്. കാരണം എഡ്ജിൻ്റെ ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. നമുക്ക് സ്റ്റാർട്ടായി സ്റ്റാൻഡായിട്ട് നിൽക്കുന്ന സമയത്തിലൊക്കെ ഇതിന് സ്റ്റാർട്ട് ആവുന്നുണ്ട്. അങ്ങനെ മറ്റേ പുതിയ ടെക്നോളജി ഒന്നും ഇതിനകത്ത് കൊണ്ടുവന്നില്ല. അപ്പോൾ ഇതിന് എഞ്ചിൻ കില്ല് സ്വിച്ചും വിടണം. അതുപോലെ തന്നെയാണ് ക്രമീകരിച്ചുള്ളത്. ഇതവിടെ 4 ഇൻഡിക്കേറ്റർ ബട്ടൺ അതിവിടെ കാണാം. അതുപോലെ ഇൻഡിക്കേറ്ററിന് അതുപോലെ തന്നെ പാസ് ബട്ടൺ, എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണും പാസ് ബട്ടണും തമ്മിലൊരു സാദൃശ്യമുണ്ട്. എന്നാൽ വ്യത്യാസമുള്ളത് കളറിൻ്റെ കാര്യത്തിൽ മാത്രമാണെന്നുള്ളതാണ്. നല്ല ഹോണല്ലേ, അടിപൊളി. അപ്പോൾ ഇതിനാണ് നമുക്ക് മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് പറയാനുള്ളത്. ശരിക്കും 1,75,000 രൂപയൊക്കെയാണ് ടോപ്പ് ആൻഡ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. വളരെ നല്ലൊരു പ്രൈസിംഗ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇനി ഇതിനകത്തേക്ക് കയറിയിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ വെച്ചാൽ 1371 മില്ലിമീറ്ററാണ് വീൽ ബേസ് വരുന്നത്. 800 മില്ലിമീറ്ററാണ് സീറ്റ് ഹൈറ്റും വരുന്നത്. അപ്പം എന്നെ പോലത്തെ ഒരാൾക്കും അതുപോലെ തന്നെ എന്നെക്കാൾ നീളം കുറഞ്ഞ ആൾക്കാർക്കും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. നല്ല റൈഡിങ് പൊസിഷനുമാണ്. അതായത് ഒരു മീഡിയം ഹൈറ്റിലുള്ള ഹാൻഡിൽസ് ആണ് കൊടുത്തുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുണ്ടാവും. നല്ല പൊസിഷൻ കീപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതുപോലെ ഇപ്പോൾ അവർ പറഞ്ഞത് പ്രകാരം തന്നെയാണ് എൻ്റെ കാലിൻ്റെതൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള പാട്ട് അത് എങ്ങനെ കാണുമ്പോൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇതിൻ്റെ ഏറ്റവും ഭംഗി ഇതിൻ്റെ ബാക്കിൽ നിന്ന് കാണുമ്പോഴാണ് എന്നാണ്. അതിൻ്റെ ബാക്കിലത്തെ ആ ഒരു ഡിസൈൻ എലമെൻറ്റുകൾ കംപ്ലീറ്റ് സൂപ്പറാണ്. ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ക്രമീകരിച്ചത്. അപ്പോൾ ഇനി നമുക്ക് റൈഡ് ചെയ്ത് നോക്കാം. റൈഡ് ചെയ്യുന്ന സമയത്ത് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ റൈഡിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ എൻ്റെ കോസ്റ്റ്യൂം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ പ്രോപ്പർ റൈഡിങ് ഗിയേഴ്സ് ഉപയോഗിച്ചിട്ടാണ് എന്നുള്ളതാണ്. ഒന്ന് ഹെൽമെറ്റ്, റോയൽ എൻഫീൽഡിൻ്റെ ഹെൽമെറ്റാണ്. അത് ശരിക്കും ഹെൽമെറ്റ് എന്നുള്ളത് നമ്മുടെ സേഫ്റ്റിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതിന് നമ്മൾ റൈഡിങ് ഗിയർ ഉപയോഗിക്കാൻ എന്തെങ്കിലും ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഒരിക്കലും ഹെൽമെറ്റ് ഉപയോഗിക്കാതിരിക്കരുത്. ഹെൽമെറ്റ് ഒരു മസ്റ്റ് റൈഡിങ് ഗിയർ ആണ് എന്നുള്ളത്. അത് റൈഡല്ല, ഇനിയിപ്പോൾ വെറുതെ പോവുകയാണെങ്കിലും നിങ്ങളത് വെച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ബൂട്ട്, റൈഡിങ് ബൂട്ട്, അതുപോലെ തന്നെ നമ്മുടെ പാൻറ്റും. ഈ പാൻറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഗാർഡ് ഉണ്ട്. അതായത് നമ്മളിപ്പം മുട്ടൊരയുക അല്ലെങ്കിൽ വീഴൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്തൊരു ഗാർഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്തും
വീഴാൻ സാധ്യതയുള്ള ഭാഗത്തൊക്കെ നമുക്കൊരു ഗാർഡ് കൊടുത്തിട്ടാണ് ഈ പാൻറ്റ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല കംഫർട്ടാണ്. ഇവിടെ ഗാർഡ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും നമുക്കില്ല. നല്ല കൂളായി കാമായിട്ട് ഇരിക്കാൻ പറ്റും. അത്യാവശ്യത്തിന് കല്യാണത്തിനൊക്കെ പോകുകയും ചെയ്യും കേട്ടോ. ഗാർഡ് നമുക്ക് ഊരി എടുക്കാനൊക്കെ പറ്റുന്ന തരത്തിലാണ് ക്രമീകരിച്ചുള്ളത്. പിന്നെ ഷൂവും ശരിക്കും റോയൽ എൻഫീൽഡിൻ്റെ തന്നെ ഷൂ ആണ്. അത്യാവശ്യം നല്ല കംഫർട്ടായിട്ടുള്ള നമ്മുടെ കാലാവസ്ഥക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ബൂട്ട്. ആ ബൂട്ടും ഈ പാൻറ്റും ധരിക്കുന്നതോടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എൻജിൻ ഹീറ്റ് ഇഷ്യൂസ്, പ്രത്യേകിച്ച് വലിയ സെഗ്മെൻറ്റ് വരുന്ന സമയത്ത് എൻജിൻ കുറച്ച് ഹീറ്റ് ഇഷ്യൂസ് പ്രൊവൈഡ് ചെയ്യും. അതിനെ നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഏൽക്കാതെ സപ്പോർട്ട് ചെയ്യാൻ ഈ 2 റൈഡിങ് ഗിയേഴ്സ് നമ്മൾ സഹായിക്കുമെന്നതാണ്. പിന്നെ നമ്മുടെ ജാക്കറ്റാണ്. ജാക്കറ്റ് കൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഗുണം ഞാൻ അനുഭവിച്ചൊരു കാര്യം അത് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് നെഞ്ഞത്ത് കാറ്റടിച്ചിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും, ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വരും. അതിനെയൊക്കെ ഒരു പരിധിവരെ തടയാനും പിന്നെ നമ്മൾ വീണ് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കൈമുട്ടിൻ്റെ ഭാഗത്തുള്ള ഗാർഡുകൾ അതുപോലെ ഇതൊക്കെ നമ്മൾ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിലേക്ക് വലിയ പോറലുകളൊന്നും ഏൽപ്പിക്കാതെ ഒരു പരിധിവരെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനത് സഹായിക്കും. പിന്നെ നമ്മുടെ ഗ്ലൗ ഇതെല്ലാം റോയൽ എൻഫീൽഡിൻ്റെ തന്നെയാണ്. റോയൽ എൻഫീൽഡിൻ്റെ ഭാഗത്ത് നമ്മൾ വാങ്ങിയതായിരുന്നു. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ റൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ റൈഡേഴ്സും ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇത്തരത്തിൽ പ്രോപ്പർ ഇതിനേക്കാളും നല്ലതൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പറയാം ഇതേപോലെ ഒരു റൈഡിങ് ഗിയേഴ്സ് ഉപയോഗിച്ചിട്ട് തന്നെ റൈഡ് ചെയ്യുക. ലോങ് റൈഡ് പോകുന്ന ആൾക്കാർ എന്തുകൊണ്ടും റൈഡിങ് ഗിയർ പ്രോപ്പറായി യൂസ് ചെയ്ത് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. പിന്നെ ഹെൽമെറ്റ് സേഫ്റ്റി ഫസ്റ്റ്. അപ്പോൾ നമ്മൾ റൈഡിന് പോകുന്നതിന് മുമ്പ് ഞാനിതൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേൾപ്പിക്കാം. അത് കേൾപ്പിക്കാൻ നമ്മൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനുള്ളതൊരു ബീച്ചിൻ്റെ തീരത്താട്ടോ ഇതിലൂടെ നമ്മൾ റൈഡ് ചെയ്യുന്നത്. കാരണം നാട്ടിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കിട്ടുന്നൊരു ബീച്ചാണ്. ഓക്കെ, എന്നാലും നമുക്ക് എക്സോസ്റ്റ് ഒന്ന് കേൾക്കാം. അത്യാവശ്യം ഒരു പൊട്ടലും ചീറ്റലൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി എക്സോസ്റ്റ് നോട്ട് തന്നെയാണ്, എനിക്കിഷ്ടമായി. ശരിക്കും നമ്മളിത് റൈഡ് ചെയ്ത് പോകുന്ന സമയത്ത് അടിപൊളിയാണ്. അതായത് നല്ല നമുക്കൊരു എന്താ പറയുക ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ബാക്കി ഞാൻ റൈഡ് ചെയ്യുമ്പോൾ പറയാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൈഡിങ് പൊസിഷനാണ്. നമുക്ക് ഹാൻഡിലിൻ്റെ ആ ഒരു ലെങ്ത്തും കാര്യങ്ങളും ഒക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓക്കെയാണ്. അതായത് നീളമുള്ള എനിക്കും കുഴപ്പമില്ല, നീളമില്ലാത്തവർക്കും കുഴപ്പമില്ല. എല്ലാവർക്കും കാലത്തും ആർക്കും കാലത്തൂല എന്നുള്ള പരാതിയൊന്നുമില്ല. കാരണം അത്രയും സീറ്റ് ഹൈറ്റിലാണ് ഇത് വന്നിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് പിന്നെ അത്യാവശ്യം ഗ്രിപ്പുണ്ട്. ഇപ്പോൾ നമ്മൾ കോർണറൊക്കെ എടുക്കുന്ന സമയത്തും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നമുക്ക് കോർണർ ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ 181 കിലോഗ്രാം മാത്രമാണ് ഈ വാഹനത്തിന് വെയിറ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയ വെയിറ്റ് എന്നുള്ള ഒരു രീതിയിലേക്ക് പോകുന്നുമില്ല. ചില വാഹനങ്ങളുമായിട്ട് അതായത് ഇപ്പം ട്രയംഫിൻ്റെ ഒക്കെ ചില വാഹനങ്ങളുമായിട്ട് ലുക്കിൽ പെട്ടെന്ന് സാദൃശ്യമൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ പൊതുവേ നമുക്ക് ക്ലാസിക്കിനിട്ട് കമ്പയർ ചെയ്യാം. പക്ഷേ ക്ലാസിക്കിനേക്കാൾ കുറച്ചുകൂടി ചെറുതും അങ്ങനെ കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്താണെന്ന് പറഞ്ഞാലും ചില ലുക്കിൽ എവിടേക്ക് ഒരു റെട്രോ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ തോന്നുന്നു. ആ ഹെഡ് ലാമ്പിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും അതുപോലെ തന്നെ ഈ ഒരു ഫ്യൂവൽ ടാങ്കിൻ്റെ കാര്യം പറയുമ്പോഴൊക്കെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. റൈഡിങ് ക്വാളിറ്റി കുഴപ്പമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ എക്സോസ്റ്റ് നോട്ടിൻ്റെ ആ ഒരു എന്താ പറയുക സപ്പോർട്ട്, അതേപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു പൊസിഷൻ പിന്നെ ഓക്കെയാണ്. അതായത് ത്രോട്ടിൽ റെസ്പോൺസ് ഒക്കെ നൈസാണ്. നമുക്ക് നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അത്യാവശ്യം RPM കയറ്റിയിട്ട് നമുക്ക് കാണിക്കാം. നമുക്കിങ്ങനെ സിഗ്സാഗൊക്കെ ഇട്ട് ഓടിക്കുമ്പോഴൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കൂളാണ്. പിന്നെ ബാലൻസ്ഡ് ആണ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ബ്രേക്കിങ്ങും വളരെ സ്മൂത്താണ് കേട്ടോ. എനിക്ക് യൂട്ടേണൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിലും വളരെ എളുപ്പമാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ 2 ആൾ വെച്ചിട്ടാണ് എടുക്കുന്നത്, ബാക്കിൽ ഒരാളും കൂടിയുണ്ട്. അപ്പോൾ ഓക്കെയാണ്. രക്ഷിതാക്കൾ കുട്ടികളെ നോക്കേണ്ടതാണ്. അപ്പം നമ്മളിത് ആണോ കുറച്ചൊന്ന് സ്പീഡിൽ കൊണ്ടുപോകുമ്പോഴും ഓക്കെ. അതായത് സസ്പെൻഷന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇടയ്ക്കൊരു സ്റ്റിഫ്നെസ്, അതായത് സസ്പെൻഷൻ ഭയങ്കര സ്മൂത്താണെന്ന് ഞാൻ അഭിപ്രായം പറയുന്നില്ല. കുറച്ചൊരു സ്റ്റിഫ്നെസ്സോട് കൂടിയിട്ടുള്ള എന്നാൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള, അതായത് രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള എന്നുള്ളൊരു അഭിപ്രായം പറയാം. ആ തരത്തിൽ വന്നിട്ടുള്ള ഒരു സസ്പെൻഷനാണ്. അതും ഒരു റൈഡറെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ഒരു കോൺഫിഡൻസ് നൽകുന്നതാണ്. കാരണം ഓവർ ഫ്ലോട്ട് ചെയ്യുന്നൊരു പ്രശ്നമില്ല, ബാലൻസ്ഡ് ആയിട്ട് റൈഡ് ചെയ്യാനും പറ്റും എന്നതാണ് സംഭവം. നൈസ്. അപ്പോൾ ഇതാണ് ഹണ്ടർ 350. ശരിക്കും റോയൽ എൻഫീൽഡ് ആയതുകൊണ്ട് ഒരു സംശയം കൂടി ബാക്കിയുണ്ടാവും, വൈബ്രേഷൻ ഉണ്ടാവുന്നു. വൈബ്രേഷൻ ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല, വളരെ മൈന്യൂട്ടാണ്. അതായത് മറ്റുള്ള മോഡലുകൾ അപേക്ഷിച്ച് വളരെ കുറവാണ്. എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമായിട്ട് ഞാൻ പറഞ്ഞത് കുറവാണ്. പിന്നെ അതൊരു ചോദ്യം ഹീറ്റ് ഇഷ്യൂസിൻ്റെ കാര്യമാണ്. ചെറിയ രീതിയിൽ ഹീറ്റൊക്കെ ഉണ്ട്, പക്ഷേ ഓവർ എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള റൈഡിങ് ഗിയേഴ്സൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്ര വലിയ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഹണ്ടർ 350. ശരിക്കും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സെഗ്മെൻറ്റ് നല്ലൊരു ചോയ്സ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ വണ്ടിയും ഓക്കെ ആട്ടോ, അതായത് ഐ എം ഓക്കെ വിത്ത് ഇട്ട് എന്നുള്ള രൂപത്തിലാണ് വണ്ടി ഓടിച്ച സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഒരു പോരായ്മകൾ എന്നൊക്കെ പറഞ്ഞാൽ മോഡേണൈസ് ആയതുകൊണ്ട് LED ഇല്ല എന്നൊക്കെ പറയാം. പക്ഷേ അതെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. നൈറ്റ് വിസിബിലിറ്റി ഒക്കെ അത്യാവശ്യം നല്ല ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് നമുക്ക് അത്ര അങ്ങോട്ട് പറയാനില്ല. അത്യാവശ്യം വിസിബിളാണ് എന്നതാണ്. അപ്പം ഇതാണ് ഹണ്ടർ 350. അതുപോലെ തന്നെ നമ്മളിപ്പം ഇതിൻ്റെ ഇടയ്ക്കൂടെ റോയൽ എൻഫീൽഡിൻ്റെ ഗിയേഴ്സിനെ കുറിച്ച് കൂടി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഗിയർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ ആയതുകൊണ്ട് തന്നെ എല്ലാവരും അത് ഉപയോഗിച്ച് തന്നെ റൈഡ് ചെയ്യുക. റൈഡ് സേഫ്, സ്റ്റേ സേഫ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.